ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റിംഗ് വൈബ്സ്. അപ്പൊ നമ്മളെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ ദമാമിലെ കാഴ്ചകളിലേക്കും എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അതന്നെ. ഇന്നെന്താ പരിപാടി ഷുബോ? ഇന്ന് സൗദി അറേബ്യയുടെ ഫൗണ്ടിങ് ഡേ ആണ്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഷുബോ എന്താണ്? സൗദി അറേബ്യ കണ്ടുപിടിച്ചതാണ് തോന്നുന്നു. അതിന്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് അറിയില്ല. എന്തായാലും അറിയണമല്ലോ ഒന്ന് കമന്റ് ഇടുന്നു കേട്ടോ. ഇത്രയും കാലമായിട്ട് നമുക്ക് അറിയില്ല ഷുബോ സൗദി അറേബ്യ ഉണ്ടായിട്ട്. നമ്മള് ഫൗണ്ടിങ് ഡേ, ഫ്ലാഗ് ഡേ, പിന്നെ നാഷണൽ ഡേ എന്ന് പറഞ്ഞ ഒരു സെലിബ്രേഷൻ ഉണ്ടാവലുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെ. അപ്പൊ എന്തായാലും ഞങ്ങൾ ജസ്റ്റ് ഇന്ന് എല്ലാവർക്കും പൊതു അവധി കേട്ടോ. അതായത് 3 ദിവസം സൗദി അറേബ്യയിൽ പൊതു അവധിയാണ്. അപ്പൊ ഞങ്ങൾ കരുതി എന്തായാലും ലീവല്ലേ, അപ്പൊ ഒന്ന് വെറുതെ ഒന്ന് പുറത്തുകൂടെ ഒന്ന് കറങ്ങാമെന്ന് കരുതി ഇറങ്ങിയതാണ്. നല്ല രസമായിരിക്കും കേട്ടോ. ഈ കോർണിഷ് സൈഡ്, അതായത് ബീച്ച് സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് വണ്ടികൾ ഫ്ലാഗും കാര്യങ്ങളൊക്കെ വെച്ച്, സൗദി അറേബ്യൻ്റെ ഫ്ലാഗും കാര്യങ്ങളൊക്കെ വെച്ച്, വണ്ടിയില്ലാതെ വലിയ ഫ്ലാഗും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കറങ്ങുന്നുണ്ടാവില്ല ഷെബോ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് എൻജോയ് ചെയ്യാന്ന് കരുതി വെറുതെ ഇറങ്ങിയതാണ്. കൂട്ടത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild. Now the morning is the afternoon. നമ്മൾ കോർണിഷ് സൈഡിലെത്തിട്ടോ. കോർണിഷ് സൈഡിലെത്തി കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ സൗദി ഫൗണ്ടേഷൻ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദിന്റെ ഒരു കണ്ടുപിടിച്ച സ്ഥാപക ദിനല്ലേ പറയാം, സ്റ്റേറ്റ് ഫോം ചെയ്ത ഒരു ഡേ. കാരണം കൾച്ചറും കാര്യങ്ങളും. കാരണം ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ സൗദികൾ ഡ്രസ്സ് ധരിച്ചിങ്ങനെ പഴയ കാലത്ത് സൗദികൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സുകളും സാധനങ്ങളും കാര്യങ്ങളൊക്കെയാണല്ലോ ഷോ. അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ എന്തായാലും ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയില്ല. അതുകൊണ്ട് നമ്മൾ അറിയാത്ത കാര്യങ്ങൾ നമ്മൾ ഓരോന്ന് വെറുതെ വിളിച്ചറിയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാട്ടോ പറയാത്തത്. എന്തായാലും ഇപ്പം നമ്മൾ കോർണിഷ് സൈഡിൽ എത്തിക്കണം. നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങളിതാക്കണം കേട്ടോ. ഇനി നമ്മളെ റേന മാമിൻ്റെ വീട്ടിലേക്കാണ് പോണത്. ഞങ്ങൾ കരുതിയ മാതിരി ഒരു ഇത് കിട്ടിയില്ലല്ലോ. ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ നമ്മളെ ദമാമ് കോർണിഷിലൊന്നും. ഇനി കോബാറിൽ എങ്ങനെയാണ്, തിരക്കുണ്ടോ ഇല്ലയെന്ന് നമുക്കറിയില്ല അല്ലേ. ഏതായാലും കോബാറിൽ ഇല്ലല്ലോ ഒന്ന് കമൻറ്റ് ചെയ്യുകൊണ്ടു. ഏതായാലും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പോയി വണ്ടിയിൽ, ഞങ്ങൾ ഇവിടെ ഇറങ്ങിയില്ല, വണ്ടിയിൽ നിന്ന് ഇങ്ങനെ കറങ്ങി. ചിലപ്പോൾ ഫയർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും രാത്രി ഒരു 8 മണി 7 മണിയൊക്കെ. ഞങ്ങൾ അതിനൊന്നും നിൽക്കണില്ല, ഭയങ്കര തിരക്കാണ്. പിന്നെ ഒന്നാമതല്ല, നമ്മളെ ഒരു ഫാമിലി വന്നിട്ടുണ്ട് ഇപ്പോൾ റേനമ്മയുടെ വീട്ടിൽ റിയാദിന്ന്. സജി ഓം കഫേയും റുക്കും, സജി ഓം കഫേ പറഞ്ഞ യൂട്യൂബ് ചാനലിൻ്റെ പേരാട്ടോ. അവർ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെയും കൊണ്ട് ജസ്റ്റ് ഒന്ന് നമ്മളിവിടെ ആമസോൺ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. 5 റിയാലും 2 റിയാലും 3 റിയാലൊക്കെ കട, അവിടെ പോകണം. അതാണ് ഇനി പരിപാടി. അപ്പോൾ നമുക്ക് നേരെ അവിടെ എത്തിയിരിക്കുകയാണല്ലോ ഷുബോ. ഓലിപ്പോൾ നമ്മളെ റേനമ്മി ഫാമിലിയൊക്കെ അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് നമ്മളെ കാത്തിട്ട്. അപ്പോൾ ഓലെടുത്തിട്ട് അങ്ങോട്ട് പോകണം. കാരണം ദമാമിൽ ഇപ്പോൾ കോർണിഷിൽ ഇത്രയും നമ്മൾ കണ്ടോളൂ. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല, വലിയ ക്രൗഡൊന്നും ഉണ്ടായില്ല. പക്ഷെ നാഷണൽ ഡേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ വണ്ടി 1.5 മണിക്കൂർ ബ്ലോക്കിലേലും പെടും. നമ്മളതിൻ്റെ വ്ളോഗും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് മുന്നത്തെ വ്ളോഗുകളിൽ. അപ്പോൾ കോബാറിൽ ഇല്ലോലൊന്ന് കമൻറ്റ് ചെയ്യുകൊണ്ട് എങ്ങനെയാണ് അവിടുത്തെ തിരക്ക് എന്നുള്ളത്. ദമാമിൽ കോർണിഷിൽ വലിയ തിരക്കില്ല. ഇനി രാത്രി എന്താണ് അവസ്ഥ എന്നറിയില്ല. ഇപ്പോൾ ഒരു 6 മണി 7 മണി ആവാനായി. ഇനിയിപ്പോൾ രാത്രി എന്താ അവസ്ഥ എന്നറിയില്ല അല്ലേ. എന്തായാലും ഞങ്ങൾ ഇനി അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ആമസോൺ ഷോപ്പിൽ എത്തിട്ടോ. സജിത ഇവിടെ പേരും വ്ളോഗിലാണ്. കാര്യമായിട്ട് വ്ളോഗിലാണ് അവിടെ. ഞങ്ങൾ ഈ ഷോപ്പിക്ക് ഫസ്റ്റ് ആട്ടോ. ഇവിടെ സൈത എന്നാ പോ കയറാ. അല്ല ഞങ്ങൾ ഇതുവരെ ഇതിനുള്ളിൽ കയറിയിട്ടില്ല മാമിയെ. ഫസ്റ്റാ. ഇതിനുള്ളിൽ ഏതെടുത്താലും 5 റിയാലാട്ടോ. അങ്ങനെ ഒരുപാട് ഷോപ്പ് ഇവിടെ ഉണ്ട്. നമ്മൾ ആമസോൺ മാത്രമല്ല
വാവ് 5 ഉണ്ട്, ഫാമിലി ഡിസ്കൗണ്ട് ഉണ്ട്. ഈ ഒരു സാധനം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ മുറ്റത്ത് കട്ട വിരിക്കാൻ പറ്റുന്ന രീതിയിലാണ്. നമ്മളെ പുറത്ത് കണ്ടോ ആർട്ടിഫിഷ്യലായിട്ട് ഗാർഡൻ സെറ്റ് ചെയ്യുക അടിപൊളിയായിട്ട്. വലിയൊരു ട്രോളി എടുത്താൽ നടക്കൽ തുടങ്ങിയിരിക്കണം. പക്ഷേ എന്തിനാണ് ജ്യൂസ് എന്നാ കുടിച്ചോ, ജ്യൂസ് കുടിച്ചോ. പിന്നെ മറ്റേ ഷുഗർ അതൊക്കെ ഇടണല്ലേ, അതിന് വെക്കാൻ ഒരു ട്രേ ഒന്ന് കാണിച്ചാൽ അറിയാനാണ്. ഏയ് രാജപ്പ അനക്കെന്താ കിട്ടിക്കണേ? ഞാൻ കൊടുത്തത് കുത്തുന്നോ? ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഒന്നും വാങ്ങാനല്ലെങ്കിൽ പോലും ഇതിലെങ്ങനെ നോക്കി നടക്കാൻ വേറെ രസാട്ടോ. നല്ല അടിപൊളി സാധനങ്ങളായിട്ട് തോന്നിയത് ഒന്നുകൂടി വാവ് 5 ഒന്നുകൂടി ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് തോന്നിയിരിക്കണേ. നല്ല സാധനം കുറേ ഉണ്ട്. ഒന്നും വാങ്ങൂലെങ്കിലും എല്ലാ ഷോപ്പിലും എന്നും കയറി ഇറങ്ങണ കുറച്ച് ടീംസ് ആട്ടോ. ഇതിനാർക്ക് ചോറ് കഴിച്ചാനോ? അജിതല്ല, ഇതിലാറ് തോനെ ചോറ് കഴിച്ചു. ഏത് പാത്രങ്ങൾ എടുത്താലും 5 റിയാല. നല്ല നല്ല പാത്രങ്ങളുണ്ട്. പക്ഷെ ഇതിലാറ് കളക്ഷൻ, ഇവിടത്തിലാറ് കളക്ഷൻ തോന്നി നമുക്ക് വാവ് 5 ഇതൊക്കെ പൊട്ടണ കേട്ടോ. ഞാൻ പ്ലാസ്റ്റിക്കാണ് എഴുതി. ഇതൊക്കെ വാങ്ങിയാണ്ട് ഷോക്കേസിൽ കൊണ്ടുപോയി വെക്കാം. ആകണം. ഇതാടി എനിക്കറിയില്ല. ഇത് വെയിറ്റില്ല സാർ. ഇപ്പൊ റംസാനല്ലേ വരുന്നത്, അതിന്റെ പ്രിപ്പറേഷൻ. ഞങ്ങൾ ആമസോണിൽ നിന്ന് ഇറങ്ങി. ആമസോണിൽ കുമ്പില്ല. ആമസോൺ ആപ്ലിക്കേഷന്റെ അത്ര മെച്ചുണ്ടെങ്കിൽ ഇല്ല, ബന്ധല്ല പേര്. പക്ഷെ ആപ്ലിക്കേഷൻ തന്നെ ഉള്ളു മെച്ചം, ഷോപ്പ് മെച്ചല്ല. ഒന്നാമതേ നമ്മള് ഫാമിലി ഡിസ്കൗണ്ടും വാവും ഒക്കെ കണ്ട് ശീലമായതുകൊണ്ട് ആമസോൺ നമുക്ക് തീരെ പറ്റിയില്ല കേട്ടോ. ഒന്നും പറ്റില്ല. കാരണം നമ്മളെ റൂമിന്റെ അടുത്ത് തന്നെ വാവ് 5 ഉണ്ട്, റാമിസ് ഉണ്ട്, പിന്നെ ഫാമിലി ഡിസ്കൗണ്ട് ഉണ്ട്. ഇവിടെ ഒരുപാട് നല്ല നല്ല ഐറ്റംസ് കിട്ടുന്നുണ്ട്. വാവ് 5 ഇപ്പൊ പുതിയതായതുകൊണ്ടാണ് അറിയില്ല, നല്ല കളക്ഷനും കാര്യങ്ങളും ഉണ്ട്. അതായത് ഇവിടുന്ന് നമ്മൾ ആമസോണിക്ക് ഫസ്റ്റ് വരിക കേട്ടോ. ഞങ്ങളെല്ലാരും ഫസ്റ്റ് വരികയാണ്. ഫസ്റ്റ് വന്ന് ഇനി ലാസ്റ്റ് ആണ്. ഇങ്ങോട്ട് വരൂല്ല, ഇങ്ങോട്ട് വരൂല്ല. നേരെ തിരിച്ച് ചിലപ്പോ വാവ് 5 കയറണം, ഇല്ലെങ്കിൽ നേരെ വീട്ടിൽ കേട്ടോ. ഇതാണ് നമ്മളെ വാവ് 5. അപ്പൊ നമ്മള് നേരെ ഇവിടുന്ന് വാവ് 5 ഒക്കെ വന്നിക്കണേ. പപ്പെടുക്കായിട്ടാണ് ഈ നൂല് വിളിച്ചത്. ഇത് നമ്മൾ അയാത്ത് പ്ലാസ സൂക്കിലാണ്. വാവ് 5 ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഫുള്ള് എടുത്താട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഇതിനുള്ളിൽ വ്ളോഗ് എടുക്കണില്ല. അത് കാണാത്തവർക്ക് അവിടെ കാർഡ്സിൽ ഞാൻ ആഡ് ചെയ്യട്ടെ വീഡിയോ, ഒന്ന് കണ്ടോക്കി. നമ്മളിപ്പോൾ ആമസോണ് പോയില്ലേ, അതിലേറെ എത്രയേ ബെറ്റർ ആട്ടോ ഈ വാവ് 5. അപ്പോൾ ഏതായാലും ഇവിടുന്ന് ഇറങ്ങിയിട്ട് കാണാം. എല്ലാവരും ഇതിനുള്ളിൽ കയറിയിരിക്കണേ. ഇതങ്ങനെ ഒരു പരിഷ്കാരനെ പെട്ടെന്ന് കണ്ടുമുട്ടിയിട്ടുണ്ട്. സുട്ടേ ഡാ പരിഷ്കാരി എടുത്തെറിയല്ലെങ്കിൽ ആക്കണേ. 3 ചാനലിലും ഒരൊറ്റ കണ്ടന്റ് ഇതാണ് പായസം. 3 ചാനലിലും ഒറ്റ കണ്ടന്റ് പായസം. അപ്പൊ 3 പേര് ഇവിടെ മത്സരിച്ച് വ്ലോഗ് എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. നമ്മുടെ അരി ഒരു പരുവത്തിന്. അല്ല എന്താണ് ഇത് പായസം പറഞ്ഞോ? ഒരു പായസത്തിന് ഇത്രയും ഡിമാൻഡ് ഉണ്ടാവൂല. വല്ല സിനിമാ നടന്മാരും അതിന് വരുന്നമാരോ. 3 ക്യാമറയൊക്കെ അവിടുന്ന് ഇവിടുന്ന് വരുന്നേ. മറയൂരിന്ന് കൊടുത്ത ശർക്കര ഇത് തൊള്ള വിട്ടോ. ഇത് മറയൂരിന്ന് രഹനാത്ത വിളയിച്ചെടുത്ത് ഉണ്ടാക്കിയ ശർക്കരയാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾ രഹനാത്തയുടെ വീട്ടിൽ മറയൂരിൽ പോകണം.
റേനമാമി പറയണേ എന്റെ മനയിലേക്ക് സ്വാഗതം. എടി റേനമാമി എന്റെ മനയിലേക്ക് സ്വാഗതം. ഓ മാമി വ്ളോഗിങ്ങിന് വേണ്ടിയൊക്കെ ലൈറ്റ് സെറ്റ് ആക്കി നോക്കി എന്തൊക്കെ സെറ്റപ്പുകളാവണേ. ഉള്ളിൽ അതിനെ ഫുള്ള് വ്ളോഗിന് വേണ്ടിട്ട് അടിപൊളി സെറ്റ് ആക്കിക്കണത്. പായസത്തിന്റെ ഫൈനൽ ലുക്ക് കിട്ടും. ഇതിലിപ്പോ തേങ്ങ കൊത്തിട്ടിട്ടുണ്ട്, മുഞ്ചിലിട്ടിട്ട്. ഇത് കണ്ടപ്പോ എനിക്ക് ആരവണാണ് ഫീൽ ചെയ്തിട്ടോ, ആരവണത്തിന്റെ മാതിരി. റോസ്റ്റ് ഷെബു. ഓ ഷെബു ഷെബു ഒന്ന് നോക്കടേ. ഇജിലിസ് എടി ഷെബു കടിച്ചൊക്കെ പറിച്ചിട്ട്